ഗാനമേളയ്ക്കിടെ വയോധികന് മർദ്ദനം. കൊല്ലം ആശ്രമം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെയാണ് സംഭവം. ആവേശത്തോടെ നൃത്തം ചെയ്യുകയായിരുന്ന വയോധികനാണ് മർദ്ദനമേറ്റത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, അദ്ദേഹം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അദ്ദേഹം അവിടുന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വന്ന് കസേര എടുത്ത് തല്ലാൻ ഇയാൾ ആരാണെന്നുള്ളതാണ്. ഇയാളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ പോലീസ്? അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. സാധാരണ അദ്ദേഹം അല്പം മദ്യപിച്ചിട്ടുണ്ടാകാം, പക്ഷേ നാട്ടുകാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഡാൻസ് കളിക്കുന്നു. അവിടെ ഉള്ള ഒരാൾക്കും അതിലൊരു പരിഭവവും പരാതിയോ ഉണ്ടായിട്ടില്ല. ക്ഷേത്ര ഭരണസമിതി ആൾക്കാർക്ക് പരാതി ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഒരു കസേര ഉപയോഗിച്ച് 57 വയസ്സ് മാത്രമുള്ള ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആക്രിയൊക്കെ പെറുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ അടിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ ഉയരുന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ ഈ മനുഷ്യനെ മർദ്ദിക്കാനുള്ള ചുമതല ഈ പറയുന്ന വ്യക്തിക്ക് ആരാണ് നൽകിയതെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എന്ത് കാര്യത്തിലാണ് മർദ്ദിക്കുന്നത്? ഒരു കാരണവശാലും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല, മദ്യപിച്ച് ഈ ഒരു ഡാൻസ് കളിക്കുകയാണ്. അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ഡാൻസ് കളിക്കാനുള്ള അവസരം കൊടുക്കാം. ഇങ്ങനെ ആ കസേര എടുത്ത് അടിക്കുന്നു. കസേരയുടെ ഒരു ഭാഗം തകർന്നു പോകുന്നുണ്ട്, കസേര പൊട്ടിപ്പോകുന്നുണ്ട്. ആ മൂക്കിനാണ് അടികൊള്ളുന്നത്. മൂക്കിന് അടികൊണ്ട് രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും മാറി തലയുടെ പിൻഭാഗത്തോ മറ്റോ അടികൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനുശേഷം 2 ദിവസമായി ഈ സംഭവം നടന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം ഈ പ്രാദേശികമായി അല്ലെങ്കിൽ ഒരു റോഡിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിടന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ മദ്യപിക്കുന്ന ആളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെ മർദ്ദിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്. എന്തായാലും പരാതി സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ആ വ്യക്തിയും ബാലേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ മർദ്ദിച്ച ആൾക്കെതിരെ കേസെടുക്കാവുന്ന തന്നെയാണ് പോലീസിന്. ഒരു കാരണവശാലും ഒരാളോടും ഇങ്ങനെ ചെയ്യരുത്. അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പിടിച്ച് മാറ്റുന്നത് പോലീസിൽ ഏൽപ്പിക്കാം. പക്ഷേ എന്ത് കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഏത് വ്യക്തിയായാലും ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളായാലും ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ആവശ്യം.